ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരം പ്രതീക്ഷിക്കാവുന്ന കുറ്റ്യാടി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയാകുന്നു. കുറ്റ്യാടിയിലെ UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. വടകര തഹസിൽദാറും കുറ്റ്യാടി മണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ LK സുബൈർ മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. മുദ്രാവാക്യം വിളികളുടെ പ്രകടനവുമായി എത്തിയ പ്രവർത്തകർക്കൊപ്പമാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. വലിയ ആവേശത്തിലാണ് പ്രവർത്തകരുള്ളത്. എന്തു തന്നെയായാലും വലിയ മത്സരം തന്നെയാണ് കുറ്റ്യാടി മണ്ഡലത്തിൽ ഇത്തവണ പ്രതീക്ഷിക്കാവുന്നത്. പത്രിക സമർപ്പിച്ചു. വലിയ പ്രതീക്ഷയിലാണ്. അത് കുറ്റ്യാടിയിൽ ഒരു ചരിത്ര വിജയം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച രാഷ്ട്രീയ സാഹചര്യമാണ് കേരളക്കരയിലുള്ളത്. കുറ്റ്യാടിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രതീക്ഷ, എന്നെ ഞാനാക്കിയത് കുറ്റ്യാടിക്കാരാണ്. ഞാൻ 2016 അവിടെ മത്സരിക്കുമ്പോൾ അവർ കാണിച്ച സ്നേഹവും അത് ഈ 2026 വരെ, ഈ നിമിഷം വരെ അവിടുത്തെ ജനങ്ങളോടൊപ്പം ഞാനുണ്ടായിരുന്നു. എന്നെ പൊതുപ്രവർത്തനത്തിൻ്റെ ശൈലി, പൊതുജീവിതം എന്ത് എന്നൊക്കെ പഠിപ്പിച്ചത് കുറ്റ്യാടിക്കാരാണ്. അവരുടെ സ്നേഹവും അവരുടെ ഊർജവും അവരുടെ പിന്തുണയും അവരുടെ പ്രാർത്ഥനയുമാണ് ഞാൻ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റ്യാടിക്കാർ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എനിക്കൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ 10 വർഷക്കാലത്തെ അനുഭവം. കേരളത്തിൽ ഭരണമാറ്റം 100% ഉറപ്പാണ് എന്നുള്ളത് ഞങ്ങൾ പറയുന്നതല്ല, UDFൻ്റെ ബന്ധപ്പെട്ട ആളുകളല്ല പറയുന്നത്. കേരളീയ പൊതുസമൂഹം അത് പൂർണ്ണമായും ഉൾക്കൊണ്ട രൂപത്തിലാണ്. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രൂപത്തിൽ ഒരു ഗവൺമെൻറ് വിരുദ്ധ വികാരം കേരളക്കര മുഴുവൻ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അതെല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ 100+ ആണ് നമ്മൾ ഈ UDF ലക്ഷ്യം വെക്കുന്നത്. അത് ലഭ്യമാകും എന്നുള്ളതാണ് പ്രതീക്ഷ. പ്രചരണം നന്നായി. ഞങ്ങളിപ്പോൾ ആകപ്പാടെ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളൊരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്ര പെട്ടെന്ന്. സാധാരണ തെരഞ്ഞെടുപ്പിന് നമുക്കൊരു 10-40-45 ദിവസം കിട്ടും. ഇത് 10-15 ദിവസമാണ്. ഇന്നിപ്പോൾ 23 ഇനി 9-ാം തീയതി എന്ന് പറയുമ്പോൾ 7-ന് തെരഞ്ഞെടുപ്പ് അവസാനിക്കും, പ്രചരണം അവസാനിക്കും. അപ്പോൾ അത് നമ്മൾ കണക്കൂട്ടുക 15-16 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രചരണം ഒരു സെക്കൻഡ് പോലും എന്താ പറയുക, നമുക്ക് താമസിപ്പിക്കാനോ അല്ലെങ്കിൽ ലേറ്റാക്കാനോ പറ്റാത്ത രൂപത്തിലുള്ള ഒരു സാഹചര്യം മുന്നിലുണ്ട്. അതുകൊണ്ട് പ്രചരണവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ പ്രഖ്യാപനത്തിന് ശേഷം ഞങ്ങൾ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ കൺവെൻഷൻ 3 മണിക്ക് തിരുവള്ളൂരിൽ നടക്കുകയാണ്. കൺവെൻഷനിൽ പ്രിയപ്പെട്ട നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ മുഖ്യാതിഥിയായി ഉണ്ടാകും. ഉമ്മർ പാണ്ഡികശാലയുണ്ടാകും. അതുപോലെ ബന്ധപ്പെട്ട ഘടകകക്ഷിയുടെ നേതാക്കന്മാരൊക്കെ ഉണ്ടാകും എന്നാണ്, MLA രമ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.